ഞങ്ങളുടെ ഇപ്പോൾ പ്രൊഡക്ട്സ് സർവീസ് അപ്പാർട്ട് ഫ്രം സർവീസ് ഞങ്ങളുടെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഒന്ന് വന്നിട്ട് ഞങ്ങൾക്ക് വി ഹാവ് ആൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ കോൾഡ് ബിസ്പോൾ ബുക്സ്. അത് ഇപ്പോൾ എംപവേർഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആ ബുക്സ്. കാരണം ഒരു അഗെയിൻ വി ആർ കമ്മിങ് ടു അവർ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ലൈക്ക് സ്മോൾ ബിസിനസ് ഓണർ, SME ഓണേഴ്സ്. അവർക്ക് ഒരുപാട് എമൗണ്ട് അക്കൗണ്ടിങ് ടീമിൽ ഇതിലൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. സോ അത് എത്രത്തോളം എളുപ്പമാക്കാം എയും കൂടി യൂസ് ചെയ്തുകൊണ്ട് അവർക്കൊരു അക്കൗണ്ടന്റ് ഹെൽപ്പ് ഇല്ലാണ്ടോ അല്ലെങ്കിൽ ഒരു റിമോട്ട് അക്കൗണ്ടന്റ് ഹെൽപ്പോട് കൂടിയോ എങ്ങനെ അക്കൗണ്ടിങ് ചെയ്യിപ്പിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു പഠനത്തിലാണുള്ളത്. ഇപ്പോൾ കറന്റ് ബിസ്പോൾ ബുക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഉണ്ട്. കൂടാതെ ഞങ്ങൾ സെക്കൻഡ് പ്രൊഡക്റ്റ് ഇന്ന് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബിസ്പോൾ കൺസൾട്ട് എന്നാണ് ആ പ്രൊഡക്റ്റിന്റെ പേര്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വിഷൻ അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർ വേണം. ആൻഡ് സെയിം പേഴ്സൺ കാൺ ബി എ ഗൈഡ് ഫോർ എവറിത്തിങ്. ഇപ്പോൾ മാർക്കറ്റിങ്ങിലും ടെക്നോളജിയിലും അക്കൗണ്ടിങ്ങിലും എല്ലാത്തിലും ഒരു ഗൈഡും ഒരു മെൻറ്ററും മതിയാവില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ബിസ്പോൾ കൺസൾട്ട് എന്ന പ്ലാറ്റ്ഫോമിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ബിക്കമിങ് എൻ ഇന്റർമീഡിയറി വേർ എ ബിസിനസ് ഓണർ ക്യാൻ കണക്ട് വിത്ത് എ വെരിഫൈഡ് ഡൊമൈൻ എക്സ്പേർട്സ് ഓവർ ഓൺലൈൻ. ഇപ്പോൾ ഒരു 1 hour അല്ലെങ്കിൽ 30 minute സെഷനിലൂടെ ദേ ക്യാൻ മീറ്റ്, ദേ ക്യാൻ വാലിഡേറ്റ് ദ കൺസൾട്ടൻസ്. ഈ പറഞ്ഞ കൺസൾട്ടൻറ്റ് ഞാൻ എൻ്റെ ബിസിനസ്സിന് ആപ്റ്റ് ആണോ, എൻ്റെ വേവ് ലെങ്തുമായിട്ട് മാച്ച് ആവുന്ന ആളാണോ എങ്കിൽ മാത്രം ദേ ക്യാൻ ടേക്ക് എ ലോങ് ടേം എഗ്രിമെന്റ് വിത്ത് സംതിങ്. സോ നമ്മൾ ഡൊമൈൻ എക്സ്പേർട്സിനെയും വെരിഫൈഡ് ആയിട്ടുള്ള ഡൊമൈൻ എക്സ്പേർട്സിനെയും അതേപോലെ തന്നെ ബിസിനസ് ഓണേഴ്സിനെയും കണക്ട് ചെയ്യുന്ന ബിസ്പോൾ കൺസൾട്ട് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ലോങ് ടേം വിഷൻ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് ഫേം ആവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലോങ് ടേം വിഷൻ. ഇപ്പോൾ വി ആർ മെയിൻലി ഫോക്കസിങ് ഓൺ ഇന്ത്യൻ സിനാരിയോ. അപ്പോൾ ഇന്ത്യൻ സിനാരിയോയിൽ ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഓൾമോസ്റ്റ് ഓരോ മാസം മൊത്തം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കമ്പനികളുടെ നിയർലി 20% ബിസ്പോളിലൂടെയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് ആസ് ഫാർ എസ് മാർക്കറ്റ് ഈസ് കൺസേൺ ഹ്യൂജ് നമ്പർ ആണ്. അപ്പോൾ അതുപോലെ തന്നെ അക്രോസ് ഇന്ത്യ എടുക്കുകയാണെങ്കിൽ നിയർലി 3% ഓഫ് ടോട്ടൽ കമ്പനി രജിസ്ട്രേഷൻസ് ഇപ്പോൾ ബിസ്പോളിലൂടെ ചെയ്യുന്നുണ്ട്. നാളെ ഈ സംഭവത്തെ എനിക്ക് ഒരു ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് ഫോം ആക്കിയിട്ട് മാറ്റണം. എനി ഗ്ലോബൽ ഫൗണ്ടേഴ്സ്, ഇഫ് സംബഡി വാണ്ട്സ് ടു രജിസ്റ്റർ എ കമ്പനി ഇൻ US, they should be able to get it done through our platform. തിരിച്ച് US-ലുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ സിംഗപ്പൂരിലുള്ള ഒരാൾക്കോ ഇന്ത്യയിലൊരു കമ്പനി തുടങ്ങണമെന്നുണ്ടെങ്കിലും അവർ പ്ലാറ്റ്ഫോം ഷുഡ് ബി ഏബിൾ ടു ഹെൽപ്പ് ദം. സോ ഒരു ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് ഫേം ആക്കി മാറ്റുക എന്നുള്ളതാണ്. അതിലോട്ട് മാക്സിമം ടെക്നോളജി കൊണ്ടുവരും. ഏറ്റവും കുറവ് ടെക്നോളജി ഇംപ്ലിമെന്റേഷൻ ഇപ്പോഴും നടന്നിട്ടുള്ള മേഖലയാണ് SME സെഗ്മെന്റിലുള്ള ബിസിനസ് സെറ്റപ്പ് ആയാലും ബാക്കിയുള്ള. ഇപ്പോൾ KPMG അല്ലെങ്കിൽ ഡിലോയിറ്റ് ലെവലിലൊക്കെ എല്ലാ ടെക്നോളജി ഇംപ്ലിമെന്റേഷൻ നടന്നുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് അഫോർഡബിൾ ഫോർ അവർ SME സെഗ്മെന്റ് അല്ലേ, പറ്റത്തില്ല, ഒരു രീതിയിൽ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ SME സെഗ്മെന്റിലോട്ടും സ്മോൾ ബിസിനസ് ഓണേഴ്സിലോട്ടും ഈ ഒരു ടെക്നോളജി എനേബിൾഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് എനേബിൾ ചെയ്തുകൊണ്ട് ഒരു ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് ഫേം ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഒരു ബൈ 2030 ആ ഒരു റേഞ്ചിലോട്ട് എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വിഷൻ.